മുസൽമാന്റെ ചോരയോ? മുസൽമാനെ കുറിച്ച് നിനക്കെന്തറിയാം? രാജ്യദ്രോഹികളായ നിന്റെ നേതാക്കന്മാർ പറഞ്ഞു തന്നല്ലാതെ ഞാൻ ഒരു മുസൽമാനാണ്. 5 നേരം നിസ്കരിക്കുന്ന ദേശാമാനിയ മുസൽമാൻ. ആ ചോരയാണ് എന്റെ സിരകളിൽ. സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും വേണ്ടി മരിച്ച സകല ധീരന്മാരുടെയും ചോര. ആ ചോര കൊണ്ടാണ് നിന്റെ തലയിൽ ഞാൻ എഴുതാൻ പോകുന്നത്. 1ാം ക്ലാസ് മുതൽ നീയൊക്കെ ഉരുവിട്ട ഒരു പാഠമുണ്ട്. ഇന്ത്യ എന്റെ രാജ്യമാണ്. അതൊക്കെ മറന്നുകൊണ്ടാണോ അവരെ വിട്ടേക്ക്. രാജ്യദ്രോഹത്തിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷ വെടിവെച്ച് കൊല്ലാണ് സാർ. യുവമാർ ജീവിക്കാൻ അനുവദിക്കരുത്. ഇത് ക്ഷോഭത്തിന്റെ ഭാഷയാണ് കബീർ. അൾട്ടിമേറ്റ്ലി ഇത് തന്നെയാണ് ടെററിസത്തിന്റെയും ബേസ്. തീവ്രവാദത്തിന് പിന്നിൽ ഒരു ആഗോള ഗൂഢാലോചനയുണ്ട് കബീർ. ഇറ്റ്സ് എ സ്പോൺസർഡ് പ്രോഗ്രാം. പഞ്ചാബും കാശ്മീരും ഗോത്രയും ഒന്നും വെറുതെ അങ്ങനെ സംഭവിച്ചതല്ല കബീർ. സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യപ്പെട്ട പദ്ധതികളാണവ. ആസൂത്രിതമായ ഈ മാസ് അറ്റാക്കുകൾ മാത്രമല്ല, തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്ന് തോന്നുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്കും ഇവർ കടന്നു കയറും. ഇവരുടെ മുഖം മൂടി പിച്ചി ചീന്താൻ ശ്രമിച്ചതിന്റെ പേരിൽ മാത്രം സാക്ഷി എന്നൊരു പെൺകുട്ടി മനസ്സിന്റെ സമനില തെറ്റി ഹോസ്പിറ്റലിലാണ്. വിഷസർപ്പങ്ങൾ. മനുഷ്യനെ തമ്മിലടിപ്പിച്ചവർ ആയുധങ്ങൾ വിറ്റഴിക്കുന്നു. മതത്തിനോ മതവിശ്വാസത്തിനോ ഇതിൽ യാതൊരു പങ്കുമില്ല. ഇതൊരു കൂട്ടുകച്ചവടം, എ പ്യൂർ ബിസിനസ്. മതതത്വങ്ങളുടെ അല്ല, കച്ചവടത്തിന് നിയമങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒന്ന്. ഇവരിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് പോലും അറിയില്ല. എന്നാൽ കാരുണ്യം അർഹിക്കുന്നുമില്ല. നമുക്ക് വരെ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കാം. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയാണ് നമ്മുടെ കടമ. ശിക്ഷ വിധിക്കാൻ നമുക്ക് അവകാശമില്ല കബീർ. രാത്രി ഇരുൾ നിറഞ്ഞതാവുമ്പോൾ നിങ്ങൾ പ്രകാശത്തിന്റെ നാഥനിൽ അഭയം പ്രാപിക്കുക എന്ന് ഖുർആൻ പറയുന്നു. തീവ്രവാദത്തിന്റെ അടിവേരറക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒറ്റുകാരൻ ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല. എന്നിട്ടും പലതവണ മുന്നറിയിപ്പ് നൽകി ഞാൻ വിട്ടയച്ചതാണ്. വാക്കുപാലിച്ചില്ല. മതദ്രോഹി! ഇതാണ് ഒറ്റുകാരന്റെ വിധി. നമ്മുടെ 3 പേർ പിടിക്കപ്പെട്ടു ഇവൻ മൂലം. ഏതു നിമിഷവും പോലീസ് ഈ ക്യാമ്പ് വളഞ്ഞേക്കാം. ഒരു മുൻകരുതൽ എന്ന നിലയിൽ നമ്മൾ ഈ താവളം വിടുകയാണ് ഉടൻ തന്നെ. അതിനു മുമ്പ് ഇവരെ 2 പേരെയും നമ്മൾ കാശ്മീരിലേക്ക് അയക്കുകയാണ്. നമ്മുടെ ഗ്ലോബൽ സെന്ററിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ദൈവകാരുണ്യം നിങ്ങൾക്ക് മേൽ ചുരിയപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ വചനങ്ങളുടെ പാത പിന്തുടരാനുള്ള പുതിയൊരവസരം നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നു. എന്താണ് ജാവേദ്, നിനക്കൊരു സന്തോഷമില്ലായ്മ? ഞാൻ എങ്ങോട്ടുമില്ല സിംബായി. എല്ലാം ഞാൻ അവസാനിപ്പിക്കുക. എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം. വിഡ്ഢികളുടെ ലോകത്താണ് നീ ജീവിക്കുന്നത്. നിന്റെ വിധി എപ്പോഴേ നിർണയിക്കപ്പെട്ട് കഴിഞ്ഞു ജാവേദ്. നിന്റെ സ്വാതന്ത്ര്യത്തിന്റെ നാളുകൾ അവസാനിച്ചിരിക്കുന്നു. പോലീസിലുള്ള സത്യവിശ്വാസികളായ നമ്മുടെ സഹോദരന്മാർ തന്ന വിവരം ശരിയാണെങ്കിൽ അവർ നിനക്കായി വലവീശി കഴിഞ്ഞിരിക്കുന്നു. ഇനി പകൽ വെളിച്ചത്തിലേക്ക് ഇറങ്ങിയാൽ ഒന്നുകിൽ നീ പിടിക്കപ്പെടും, അല്ലെങ്കിൽ ഒരു തെരുവ് പട്ടിയെ പോലെ പോലീസിന്റെ വെടിയേറ്റിച്ചാകും. ജിഹാദിൽ നിന്ന് ഒളിച്ചോടുന്ന എല്ലാവരുടെയും വിധി ഇത് തന്നെയാണ്. കൂടും നരകം. ദൈവശാപം നിന്റെ മേൽ പതിക്കും ജാവേദ്. ഭാവിയ ചൂടേറിയ അഗ്നിയിൽ നീ ദഹിക്കും. അതുകൊണ്ട് നീ ജിഹാദിന്റെ അചഞ്ചലനായ പോരാളിയാവുക. യുദ്ധമുന്നണിയിൽ നിന്ന് ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടരുത്. വിശുദ്ധ വചനങ്ങൾ ഭൂമിയിൽ പാലിക്കപ്പെടാനായി നീ രക്തസാക്ഷിത്വം വരിക്കുക. ധീരന്മാരുടെ സ്വർഗമാണ് നിന്നെ കാത്തിരിക്കുന്നത്. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം. നീ കാശ്മീരിലേക്ക് പോകും ജാവേദ്. അത് ദൈവഹിതമാണ്.
I'm Liz. Welcome to the special news bulletin. National Investigative Agency has released the computer drawings of the 4 main suspects of the Trivandrum bomb blast. The names are Abu, Javed, Azim and Muhammad Salim. Javed is a student in Medical College, Trivandrum. The NIA spokesman in a press meet held at Trivandrum today told that they have intensified search measures for the suspects and they will be caught soon. However, the police do not rule out the possibilities of the suspects escaping to Kashmir. കാര്യം Prime Minister Manmohan Singh Horrible. expressed his ഞാൻ concern പറഞ്ഞതാ over പലതവണ increasing terror അഡ്വൈസ് attacks ചെയ്തു and community റിക്വസ്റ്റ് ചെയ്തു issues in the country. കേട്ടില്ല He added Fate. that his government അല്ലാതെ എന്താ has been പറയാ? working on more awareness ചെകുത്താനോടായി പോയി to അവന്റെ protect the ഇബാദത്ത്. coastal lives and land ഇറ്റ്സ് നോട്ട് borders. ഫലക് ഇറ്റ്സ് UK ലൈറ്റ് government hesitated darkness. to reproduce the Lok Pal bill ചായയും കാപ്പിയൊന്നും in വേണ്ട. Parliament.